ചെറുതായി തുടങ്ങുന്ന സ്വപ്നങ്ങളും സംരംഭങ്ങളുമാകും ഭാവിയിൽ തലമുറകൾക്ക് പ്രചോദനമാകുന്ന വിജയകഥകൾ സൃഷ്ടിക്കുക. ഒരു സംരംഭകനാകുക എന്ന ലക്ഷ്യം നിറവേറ്റാനായി 1996 ശിവൻകുട്ടി തുടക്കം കുറിച്ച വൃന്ദാവനം ടിമ്പേഴ്സ് എന്ന സംരംഭം അതിനെ അന്വർത്ഥമാക്കുന്ന ഒന്നാണ്. സമൂഹത്തിൽ നിന്നും നേടിയതെല്ലാം സമൂഹത്തിന് തിരിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയും ലക്ഷ്യത്തോടെയും ആരംഭിച്ച വൃന്ദാവനം ടിമ്പേഴ്സ് ഇന്ന് വൃന്ദാവനം കൺവെൻഷൻ സെന്റർ, വൃന്ദാവനം ഫ്യൂവൽസ്, ഭാവിയുടെ സങ്കല്പലോകമായ വൃന്ദാവനം ഹിൽസ് എന്നീ പ്രോജക്റ്റുകളിലൂടെ ഏറെ മുന്നിലെത്തിയിരിക്കുന്നു. ഇത് ഒരു വിജയയാത്രയുടെ കഥയാണ്, കഠിനാധ്വാനത്തിന്റെ കഥയാണ്. എൻ്റെ ഭർത്താവ് ശിവൻകുട്ടി, വൃന്ദാവനം ശിവൻകുട്ടി. അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങൾ വൃന്ദാവനം എന്ന പേരിൽ സ്ഥാപിച്ചു. അതിൽ ആദ്യം തടിമില്ലാണ് തുടങ്ങിയത്. പിന്നെ രണ്ടാമത് ചെറുതായിട്ട് വേറൊരു മില്ല് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ആഡിറ്റോറിയം, പിന്നെ പമ്പിൻ്റെ കാര്യം ചെറുതായിട്ടൊക്കെ എല്ലാം ഓർമ്മയുണ്ടായിരുന്നു, നടത്തിയില്ല, അതൊന്നും പറ്റിയില്ല. ശിവൻകുട്ടി വൃന്ദാവനം ഗ്രൂപ്പ് കമ്പനിയുടെ സ്ഥാപകനാണ്. ശിവൻകുട്ടി നമ്മോടൊപ്പം ഇല്ലാതായിട്ട് ഇപ്പോൾ 4 വർഷം തികയുകയാണ്. ശിവൻകുട്ടി നമ്മോടൊപ്പം ഇല്ലെങ്കിലും ഇപ്പോൾ ഞാനുമായിട്ടൊക്കെ വളരെ നല്ല ആത്മബന്ധമായിരുന്നു. ഈ 4 വർഷം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർമ്മിച്ചു പോകുന്ന നിരവധി സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഓർമ്മ പോലെ തന്നെ ഈ നാട്ടിലെ പല ആളുകൾക്കും ശിവൻകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആലോചിച്ചു പോകുന്ന നിരവധി നിമിഷങ്ങളുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ശിവൻകുട്ടിയുടെ ഒരു സവിശേഷതയും ശിവൻകുട്ടിയുടെ ഒരു പ്രസക്തിയും. കാരണം അദ്ദേഹം ഒരു വെറും ബിസിനസ്സുകാരനല്ല, നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും വേണ്ടി ചെയ്തിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നും അദ്ദേഹം നേടിയ കാര്യങ്ങൾ സമൂഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയായിരുന്നു. ആ ഒരു മഹത്തായ മാതൃക തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ അജീഷ്, ഇപ്പോഴത്തെ ഈ വൃന്ദാവനം ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ. അതേ പാതയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വെറും ഒരു ബിസിനസ്സുകാരനല്ല, സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത് സമൂഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളുകളെ ബിസിനസ്സുകാരെന്ന് പറയുന്നത് ശരിയല്ല. അവർ ഈ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഇങ്ങനെയുള്ള കുറേ ആളുകളെ കൊണ്ടാണ് ഈ സമൂഹം നിലനിൽക്കുന്നത്. ഞാൻ അജിത, അജീഷിൻ്റെ സഹോദരിയാണ്. 1996 ചെറിയ തോതിൽ അച്ഛൻ ആരംഭിച്ച ഒരു പ്രസ്ഥാനത്തെയാണ് നമ്മൾ പാലോട് എന്ന മേഖലയായിട്ട് അത് വ്യാപിപ്പിക്കുകയും പിന്നെ അത് VCC വരെയുള്ള ഒരു ഇതിൽ പിന്നെ വൃന്ദാവനം ഫ്യൂവൽസ് എന്ന ഒരു ഇതിലേക്കും നമ്മൾ വന്നു നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ 2010 കൂടിയാണ് RPAയിലെ ജോലി റിസൈൻ ചെയ്തിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അച്ഛനെ സഹായിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി അച്ഛന് നല്ലൊരു സപ്പോർട്ടായിട്ടാണ് അജീഷ് നിന്നിരുന്നത്. പക്ഷേ 2020 അച്ഛൻ നമ്മളെ പെട്ടെന്ന് വിട്ടുപോകുമ്പോൾ ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു, ഇത് എങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് അജീഷിനെ കൊണ്ട് സാധിക്കുമോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അച്ഛൻ തന്ന സപ്പോർട്ട് നമുക്കും സഹോദരി എന്ന നിലയിൽ നമുക്കും ഒക്കെ ഇത് ലഭ്യമാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അച്ഛൻ ചെയ്തിരുന്നതിനേക്കാൾ, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, അച്ഛൻ ചെയ്തിരുന്നതിനേക്കാൾ ഒരുപടി കൂടുതലായിട്ട് ചെയ്യുവാൻ ഒരു ന്യൂ ജനറേഷൻ ബേസിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്തു കൊണ്ടുപോകുവാനും അച്ഛൻ ബാക്കി വെച്ചിരുന്ന കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പം ഫ്യൂവൽസ് അച്ഛൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാതെ നിന്നിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുപോലെ ഈ ഫാമിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛന് വളരെ ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ സാക്ഷാത്കരിക്കുവാൻ അജീഷിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ആരംഭത്തിൽ നമുക്കൊരു അത്ഭുതമായിട്ടാണ് പിന്നീട് മാറിയത്. അച്ഛൻ്റെ കൂടെ ചെറുപ്പകാലം മുതൽ മരമില്ലിലും ലേലം ചെയ്യുന്ന സ്ഥലങ്ങളിലും പങ്കെടുത്തിരുന്ന മകൻ അജീഷിലേക്ക് ബിസിനസിന്റെ ചുമതലകൾ വന്നു ചേരുന്നത് അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ്. പ്രായത്തിന്റെ പ്രശ്നങ്ങളിൽ വിഷമിച്ചിരുന്ന ശിവൻകുട്ടി മകൻ അജീഷിനോട് തിരിച്ചു വന്ന് സ്ഥാപനങ്ങൾ നോക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ അജീഷ് കുമാർ, പാലോട് വൃന്ദാവനം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറാണ്. വൃന്ദാവനം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വൃന്ദാവനം ടിമ്പേഴ്സ്, വൃന്ദാവനം കൺവെൻഷൻ സെൻറ്റർ, വൃന്ദാവനം ഫ്യൂവൽസ്, പിന്നെ വൃന്ദാവനം ഹിൽസ്, ഇത്രയും സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നിലവിലുള്ള മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ തുടക്കക്കാരൻ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളൊക്കെ ആരംഭിച്ചത് എൻ്റെ അച്ഛനായിരുന്ന ശിവൻകുട്ടി
1996 വൃന്ദാവനം ടിമ്പേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് അച്ഛൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛന് ഈ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിവിധ കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് അച്ഛനെ ഈ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നത് ട്രിവാൻഡ്രത്തുള്ള കൊയിലോൺ ടിമ്പേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മേധാവി വി വിശ്വരൂപൻ. അദ്ദേഹമാണ് അച്ഛനെ ഇങ്ങനെയുള്ള ഈ കരാർ ജോലികളും വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ജോലികളുമൊക്കെ ആരംഭിക്കുന്നതിനുള്ളൊരു പ്രേരണ അല്ലെങ്കിൽ ഒരു ഗുരുസ്ഥാനീയൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അതിനുശേഷം ഈ പല സമയങ്ങളിൽ തന്നെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ലേലങ്ങളിൽ പോകുന്നതിനും തടികൾ ലേലത്തിലെടുക്കുന്നതിനും ഒക്കെ ആയിട്ട് അച്ഛൻ്റെ കൂടെ ഞാൻ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനും പോകുന്ന ഒരു അവസ്ഥ, കാരണം അച്ഛൻ എന്നെയും കൂടെ കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ലേലത്തിൽ പങ്കെടുക്കുന്നതിനും തടികൾ കാണുന്നതിനും വനങ്ങൾ കാണുന്നതിനും ഒക്കെ ഉള്ളൊരു ഇഷ്ടം എനിക്ക് ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പഠനശേഷം ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് ജോലി കിട്ടി. ഞാൻ അത് വിവാഹം കഴിഞ്ഞു. ഇങ്ങനെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ഇടയ്ക്ക് അച്ഛന് കുറച്ച് പ്രായത്തിൻ്റേതായിട്ടുള്ള കുറച്ച് അസുഖങ്ങളൊക്കെ വരികയും, അപ്പോൾ എനിക്ക് കാരണം ഞാനും എൻ്റെ സഹോദരിയും മാത്രമാണ്. അപ്പോൾ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി അച്ഛൻ എന്നെ ഇങ്ങോട്ട് ജോലിയൊക്കെ ലീവ് എടുത്ത് വരണമെന്നുള്ളൊരു അച്ഛൻ്റെ ഒരു ഒരു അഭിപ്രായം അച്ഛൻ എന്നോട് ചോദിച്ചു. ശരി, അപ്പോൾ അത് നല്ലതാണെന്ന് എനിക്കും തോന്നി. കാരണം ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ജോലിക്ക് ലീവ് എടുക്കുകയും അതിനുശേഷം വന്ന് കാര്യങ്ങൾ നോക്കുകയും തുടർന്ന് 2020 ജാനുവരി 25 അച്ഛന് നമ്മെ വിട്ടുപോവുകയും ചെയ്തു. എൻ്റെ പേര് ഗിരിപ്രസാദ്. ഞാൻ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ എക്സ് സർവീസ്മെൻസ് കോളനി എന്ന വാർഡിലെ മെമ്പറാണ്. എക്സ് സർവീസ്മെൻ കോളനി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ അജീഷിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ ഫാമും ഇരിക്കുന്ന സ്ഥലമാണ്. ഡോക്ടർ അജീഷിനെ സംബന്ധിച്ചോളം അദ്ദേഹം വിദ്യാസമ്പന്നനായ ഒരു യുവാവും നമ്മുടെ പ്രിയങ്കരനായ വ്യവസായി ശ്രീ ശിവൻകുട്ടി അണ്ണൻ്റെ മകനുമാണ്. ശിവൻകുട്ടി അണ്ണനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വളരെ ജനകീയനായ ഒരു വ്യവസായി ആയിരുന്നു. അദ്ദേഹം നിരവധി ഈ സംരംഭങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തുടങ്ങി വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മരണശേഷം ശ്രീമാൻ ഡോക്ടർ അജീഷ് ആ സംരംഭങ്ങൾ ഏറ്റെടുത്ത് അതൊക്കെ വലിയ വിജയമായി നടത്തിക്കൊണ്ട് ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ വാർഡിൽ തന്നെ വൃന്ദാവൻ ഹിൽസ് എന്ന പേരിൽ ഒരു കാർഷിക ഫാം വളരെ വിശാലമായി തന്നെ തുടങ്ങിയിരിക്കുകയാണ്. വിവിധതരം ഫലവൃക്ഷ തൈകൾ, മത്സ്യകൃഷി കൂടാതെ അതിനടുപ്പിച്ച് തന്നെ അദ്ദേഹം ഒരു ഔഷധ കൃഷിത്തോട്ടവും ഇപ്പം തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനമാണ്. പാങ്ങോട് പഞ്ചായത്ത് സംബന്ധിച്ചോളം കാർഷിക തോട്ടം ഈ അടുത്ത പ്രദേശത്തെങ്ങും ഇല്ല. അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. തേക്കുകൾ കിട്ടുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും വൃന്ദാവനം ടിമ്പേഴ്സ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാവുന്നത് GI ടാഗുകളോട് കൂടിയുള്ള തേക്ക് തടികൾ മാത്രം കൊടുക്കുന്നത് കൊണ്ടാണ്. ഇത് വൃന്ദാവനം ടിമ്പേഴ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. അത് മാത്രമല്ല, ഈ നിലമ്പൂർ തേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ GI ടാഗ് ഉള്ള GI ടാഗ് എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഭൗമ സൂചിക എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, ആറന്മുള കണ്ണാടി അത് അവിടെ മാത്രമുള്ളതാണ്. അത് GI ടാഗിൽ GI പട്ടികയിൽ ഇടം പിടിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ പൊക്കാളി റൈസ്, വാഴക്കുളം പൈനാപ്പിൾ അല്ലെങ്കിൽ ബാലരാമപുരം കൈത്തറി, ഇതൊക്കെ ഈ പറയുന്ന GI പട്ടികയിൽ ഇടം പിടിച്ചാണ്. അതുപോലുള്ള ഒരു സാധനമാണ് വനം വകുപ്പിൻ്റെ ഈ പറയുന്ന നിലമ്പൂർ തേക്ക്. അത് ആ GI ടാഗോട് കൂടിയ മരങ്ങൾ നിലമ്പൂർ തേക്ക് നമ്മുടെ വൃന്ദാവൻ ടിമ്പേഴ്സിൽ ലഭ്യമാണ്. അപ്പോൾ അത് വൃന്ദാവൻ അത് മാത്രമല്ല, അതോടൊപ്പമുള്ള തടികൾ എന്ന് വെച്ചാൽ ഈട്ടി. നമുക്കറിയാം ഈട്ടിയൊക്കെ എന്ന് വെച്ചാൽ കിട്ടാനായിട്ട് തേക്കിനേക്കാളും വളരെ പ്രയാസമാണ് ഈട്ടി എന്ന് പറഞ്ഞാൽ വളർന്നു വരാനായിട്ട്. നിലമ്പൂർ ഭാഗത്ത് തന്നെയാണ് നിലമ്പൂരുണ്ട്, അതുപോലെ തന്നെ വയനാട്, കുപ്പാടി, ബവേലി ഡിപ്പോകളിലുള്ള ഈട്ടി, റോസ്വുഡ്, പിന്നെ ബാക്കി വനം വകുപ്പിലുള്ള പ്ലാവ്, ആഞ്ഞിലി, മഹാഗണി, അക്കേഷ്യ, ഇറക്കുമതി ചെയ്യുന്ന പിന്നെ മലേഷ്യൻ വേങ്ങയുണ്ട്, അതുപോലെ തന്നെ വയലറ്റ്. അപ്പോൾ എല്ലാത്തരം തടികളുടെയും ഏറ്റവും നല്ലൊരു സ്റ്റോക്കിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിസ്റ്റായി മാറുവാൻ നമുക്ക് ഇതിന് ശേഷം അച്ഛൻ്റെ അഭാവത്തിൽ നമുക്കിതൊക്കെ ചെയ്യാനുള്ളൊരു അനുഗ്രഹം, അച്ഛൻ്റെ തന്നെ അനുഗ്രഹം എന്ന് പറയാം, നമുക്കുണ്ടായി. വനം വകുപ്പിന്റെ ലേലത്തിൽ ഒരു തേക്കിന്റെ 3 കഷ്ണങ്ങൾ കിട്ടിയ അപൂർവ കഥ അജീഷ് പറയുകയുണ്ടായി. ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നത് വനം വകുപ്പും സമ്മതിക്കുന്നു. മാത്രമല്ല, ഒട്ടനവധി അംഗീകാരങ്ങളും അവാർഡുകളും വൃന്ദാവനം ടിമ്പേഴ്സ് ഇതിനോടകം നേടിയെടുത്തിട്ടുണ്ട്. എൻ്റെ ബിസിനസ് യാത്രകൾ ആരംഭിക്കുന്നത് സത്യത്തിൽ വൃന്ദാവനം ടിമ്പേഴ്സിൽ തന്നെയാണ്.
അപ്പോൾ ആദ്യമായിട്ട് വൃന്ദാവൻ ടിമ്പേഴ്സിൽ ഞാൻ അച്ഛൻ്റെ അഭാവത്തിൽ ഞാൻ ചുമതലയേൽക്കുന്നു. അപ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള തടികൾ, നമ്മൾ കൂടുതലും ഫോറസ്റ്റ് കേരള വനംവകുപ്പിൽ നിന്ന് ലേലത്തിലെടുക്കുന്ന മരങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ എടുക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ കൂടുതലായിട്ടുള്ളത് തേക്കാണ്. നമ്മുടെ കേരളത്തിലെ വിവിധ തടി ഡിപ്പോയിൽ നിന്ന് ലേലത്തിലെടുക്കുന്ന തേക്കുകളാണ്. അപ്പോൾ നമുക്കറിയാം, ഈ നമ്മുടെ കാലം മാറുന്നതനുസരിച്ചിട്ട് ആൾക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ഈ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ആൾക്കാർ ജനങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുകയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് അന്വേഷിച്ചെടുക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ നമുക്കറിയാം, തേക്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിലമ്പൂർ തേക്ക് എന്നാണ്. കാരണം നിലമ്പൂർ തേക്കിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, നിലമ്പൂർ നമ്മുടെ ചാലിയാർ പുഴയുടെ തീരത്ത്, മലപ്പുറത്ത് ചാലിയാർ പുഴയുടെ തീരത്ത് നിലമ്പൂർ നെടുങ്കയം ആ ഭാഗങ്ങളിലുള്ള മണ്ണിൽ സ്വർണത്തിൻ്റെ അംശമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ആദ്യമായിട്ട് കേരളത്തിൽ ഫോറസ്റ്റ് വനം പ്ലാന്റേഷൻ, തേക്കിൻ്റെ പ്ലാന്റേഷൻ ആരംഭിക്കുന്ന അവിടെയാണ്. അപ്പോൾ അവിടെയുള്ള തേക്കിന് സ്വർണത്തിൻ്റെ കളറാണ്, എന്നുവെച്ചാൽ ഗോൾഡൻ, നിലമ്പൂർ ഗോൾഡൻ തേക്ക് എന്നാണ് പറയുന്നത്. നല്ല കളറാണ്, അതിന് കൂടുതൽ ഡ്യൂറബിലിറ്റി ഉള്ളതാണ്, അതിൻ്റെ ഗ്രെയിൻസിൻ്റെ പാറ്റേൺ വളരെ അട്രാക്റ്റീവായിട്ടുള്ള, വളരെ നമുക്കെല്ലാം ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു പാറ്റേണാണ് അതിൻ്റെ ഗ്രെയിൻസിനുള്ളത്. അപ്പോൾ ഈ നിലമ്പൂർ തേക്ക് എന്തുകൊണ്ട് നമുക്ക് വൃന്ദാവൻ ടിമ്പേഴ്സിൽ നമുക്ക് കൊണ്ടുവന്നുകൂടാ എന്നൊരു ചിന്ത മനസ്സിൽ വരികയും തുടർന്ന് നിലമ്പൂർ ഡിപ്പോകളിൽ യാത്ര ചെയ്യുകയും അവിടെ പോയിട്ട് തടികൾ ലേലത്തിൽ എടുക്കാനുള്ളൊരു പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അത് നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ മരങ്ങൾ ലേലത്തിലെടുക്കുന്ന ഒരു പ്രാവശ്യം ലേലത്തിലെടുത്തപ്പോൾ നിലമ്പൂർ ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്ത 1909 ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്ത ഒരു തേക്ക്, ഒരു വലിയ തേക്ക് എന്ന് വെച്ചാൽ ഒരു മരത്തിൻ്റെ 3 കഷണങ്ങൾ ലേലത്തിൽ നമുക്ക് തന്നെ കിട്ടുകയുണ്ടായി. നമ്മൾ ആക്സിഡൻ്റലായിട്ട് നമ്മളങ്ങനെ ലേലത്തിൽ പങ്കെടുക്കുകയുണ്ടായി. 3 പീസും ഒരു മരത്തിൻ്റെയാണ് നമുക്കറിയില്ലായിരുന്നു. പക്ഷേ അത് അങ്ങനെ ലേലത്തിൽ പങ്കെടുത്ത് 3 പീസുകൾ കിട്ടി. അപ്പോൾ അതിന് ശേഷമാണ് അവിടുന്ന് ഉദ്യോഗസ്ഥർ വിളിച്ച് പറയുന്നു അത് ഒരു തേക്കാണ്. ആ ഒരു തേക്കിന് അന്ന് 39.5 ലക്ഷം രൂപ ഒരു മരത്തിന് 3 പീസിന് കൂടെ നമുക്കായി. അപ്പോൾ അവർ പറഞ്ഞു അത് വനം വകുപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു വില ഒരു തേക്കിന് കിട്ടിയിട്ടില്ല, അതൊരു ചരിത്ര നേട്ടമാണ്. അപ്പോൾ അത് ന്യൂസിൽ വരികയും വളരെയധികം ആൾക്കാർ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലമ്പൂർ തേക്ക് അന്വേഷിച്ച് വരികയും അപ്പോൾ അതിന് തന്നെ നമുക്ക് ആ തേക്കിലുണ്ടാക്കിയ ഒരു ഗണേശ വിഗ്രഹത്തിന് നമുക്ക് ഇൻക്രെഡിബിൾ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അത് ഇടം നേടുകയും ഗിന്നസ് റെക്കോർഡ് ഇടം നേടുകയും അങ്ങനെ ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു നല്ലൊരു നമുക്കൊരു പരസ്യം, പബ്ലിസിറ്റി അതുവഴി നമുക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പം തുടർന്ന് വീണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള നിലമ്പൂർ തേക്കുകൾ ധാരാളമായി നമ്മൾ എടുക്കുകയും നിലമ്പൂർ തേക്കിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്കിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൃന്ദാവൻ ടിമ്പേഴ്സ് തന്നെയാണ്, പാലോട്. പാലോട് എന്ന കൊച്ചു ഗ്രാമത്തിൽ വിവാഹങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഓഡിറ്റോറിയം ആവശ്യമാണെന്ന ശിവൻകുട്ടിയുടെ ചിന്തയാണ് വൃന്ദാവനം കൺവെൻഷൻ സെന്റർ സ്ഥാപിതമാക്കുന്നത്. ഹെലിപാഡ് സൗകര്യത്തോടു കൂടിയുള്ള ആധുനിക സൗകര്യങ്ങളെല്ലാം തന്നെ വൃന്ദാവനം കൺവെൻഷൻ സെന്ററിൽ ലഭ്യമാണ്. സാധാരണക്കാരുടെ സാമ്പത്തികാവസ്ഥയ്ക്കനുസരിച്ച് ലാവൻഡർ, ആസ്റ്റർ, ലോട്ടസ് തുടങ്ങി 4 ഹാളുകളോടുകൂടി വൃന്ദാവനം കൺവെൻഷൻ സെന്റർ പാലോടിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്നു. വൃന്ദാവൻ ടിമ്പേഴ്സാണ്. അപ്പോൾ അച്ഛൻ പോകുന്നതിന് മുമ്പ് തന്നെ 2017 നമ്മൾ വൃന്ദാവനം കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് പാലോട് കേന്ദ്രമാക്കിയിട്ട് ഒരു കൺവെൻഷൻ സെൻറ്റർ, അത്യാവശ്യം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഹെലിപാഡ് സൗകര്യത്തോടു കൂടിയ ഒരു കൺവെൻഷൻ സെൻറ്റർ നമ്മൾ ആരംഭിക്കുകയുണ്ട്. അപ്പോൾ തുടർന്ന് അതിനുശേഷം അച്ഛൻ്റെ വിയോഗത്തിന് ശേഷം ഈ തടി കച്ചവടവുമായിട്ടുള്ള വൃന്ദാവനം ടിമ്പേഴ്സ്, പിന്നെ വൃന്ദാവനം കൺവെൻഷൻ സെൻറ്റർ, ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുകയും തുടർന്ന് വൃന്ദാവനം ഫ്യൂവൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ HPCLൻ്റെ ഒരു പെട്രോളിയം ഔട്ട്ലെറ്റ് നമ്മൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് തുടർന്ന് നമ്മൾ പറഞ്ഞു വൃന്ദാവനം കൺവെൻഷൻ സെൻറ്റർ. അത് അച്ഛൻ 2014 അച്ഛൻ്റെ ഒരു മനസ്സിൽ, അതിന് കാരണം വെച്ചാൽ പാലോട് പ്രദേശം നമ്മളൊരു ഗ്രാമീണ മേഖലയാണ്. അപ്പോൾ ഈ പാലോട് മേഖലയിൽ ഒരു വിവാഹം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു ഹാള് പാലോടില്ല. അപ്പോൾ അത് അച്ഛനിത് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ഓഡിറ്റോറിയം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് 2014 അങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അത് 2017 പൂർത്തീകരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹെലിപ്പാഡോട് കൂടിയൊരു സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രദേശത്തില്ലാത്ത, ട്രിവാൻഡ്രത്തുണ്ട്, നമ്മുടെ ഏരിയയിലില്ല. അപ്പോൾ അത് ഒരു 3 ഹാള്, ഏറ്റവും വലിയൊരു ഹാള് 2250 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സിറ്റിംഗ് കപ്പാസിറ്റിയുള്ള ലാവൻഡർ ഹാൾ, AC ഹാള്, അതോടൊപ്പം അതിൻ്റെ ഡൈനിങ് ഹാള് ഏകദേശം ഒരു 1000-1200 പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഹാളുണ്ട്. അതുപോലെ ആസ്റ്റർ ഹാള് അത് ഏകദേശം 600 മുതൽ 700 വരെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും.
അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരെണ്ണം ലോട്ടസ് ഹാൾ, അത് നോൺ AC ഒരു 1500 പേർക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ പാർക്കിംഗ് ഏകദേശം ഒരു 2-3 കല്യാണം നടത്തി കഴിഞ്ഞാൽ ഇത്രയും വണ്ടികൾ വന്ന് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനത്തോട് കൂടിയ ഒരു പിന്നെ ഓഡിറ്റോറിയം അല്ലെങ്കിൽ കൺവെൻഷൻ സെൻ്ററാണ് നമ്മളിവിടെ ചെയ്തത്. അതിനുശേഷം 1-2 പ്രോഗ്രാംസും ഒക്കെ അവിടെ നടന്നു. പിന്നെ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഹെലികോപ്റ്ററിലൂടെ വരുന്നു. കേന്ദ്രമന്ത്രിമാർ 1-2 പേര് ഇലക്ഷൻ്റെ സമയത്തൊക്കെ നമ്മുടെ ഇവിടെ പാലോട്, അത് നമ്മളെ പാലോടിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു VIP വരിക എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമീണരാണ്, നമുക്ക് ഒരു ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ അത് നമ്മളിലൂടെ വൃന്ദാവൻ ടിമ്പേഴ്സിലൂടെ അങ്ങനെ ഈ പറയുന്ന രീതിയിൽ പാലോടിന് ഒരു ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നതിനുള്ള ഒരു അവസരം നമ്മളിലൂടെ കിട്ടിയെന്നുള്ളത് നമുക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മരണത്തിന് മുന്നേ ശിവൻകുട്ടിയുടെ ആഗ്രഹമായിരുന്നു പാലോടിന്റെ ഹൃദയഭാഗത്ത് ഒരു പെട്രോൾ പമ്പ് എന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ അജീഷ് ആ സ്വപ്നം നിറവേറ്റി കൊടുക്കുകയായിരുന്നു. അങ്ങനെ വൃന്ദാവനം ഫ്യൂവൽസ് യാഥാർത്ഥ്യമായി. അപ്പോൾ തുടർന്ന് അതിനുശേഷം വൃന്ദാവനം ഫ്യൂവൽസ്, അപ്പോൾ അത് അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നതാണ്. പിന്നെ അച്ഛൻ അത് തൽക്കാലത്തേക്ക് പെൻഡിങ് വെച്ചിരുന്നതാണ്, ചില കാരണങ്ങൾ കൊണ്ട് അതിന് പെൻഡിങ് വെച്ചിരുന്നതാണ്. പക്ഷേ അപ്പോൾ അതിനുശേഷം അച്ഛൻ്റെ അഭാവത്തിൽ ഞാനും എൻ്റെ ബ്രദറിലെ ഡോക്ടർ ഷൈജു ഞങ്ങളിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് അത് പകുതി വരെ നമ്മൾ ചെയ്തു വെച്ചിരിക്കേണ്ട കുറേ പ്രോസസ്സ്, എന്തുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്തുകൂടാ എന്ന് ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് വൃന്ദാവനം ഫ്യൂൽസ് എന്ന് പറയുന്ന ഒരു പെട്രോളിയം ഔട്ട്ലെറ്റ് നമ്മൾ തുടങ്ങുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നു. കാരണം പാലോട് പ്രദേശത്ത് പിന്നെ പെട്രോളിയം ഔട്ട്ലെറ്റ്സൊക്കെ ധാരാളം ഉണ്ടെങ്കിലും നമ്മുടേതായ രീതിയിലുള്ള വൃന്ദാവനത്തിൻ്റേതായിട്ടുള്ള ഒരു ശൈലിയിലാണ് ഞങ്ങളിതിൻ്റെ ആ ബിസിനസ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. എൻ്റെ പേര് ഷൈജു. ഞാൻ കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഞാൻ അജീഷിൻ്റെ സഹോദരി ഭർത്താവാണ്. ഞാനും അജീഷും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. ഒരുമിച്ച് കളിച്ച് വളർന്ന ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ അജീഷിനെ ചെറുപ്പകാലം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട്, വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം വളരെ ആത്മാർത്ഥമായി നിശ്ചയദാർഢ്യത്തോടെ കഠിന പ്രയത്നം നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ അജീഷിൻ്റെ ഫാദർ, എൻ്റെ മാമൻ ശിവൻകുട്ടി മാമനാണ് പിന്നെ എന്നെ ഈ സത്യത്തിൽ ബിസിനസ്സിൽ ഇൻവോൾവ് അല്ല, ഞാനൊരു അധ്യാപകനായതുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് എന്നെ കൂടെ നിർത്തുകയും അജീഷ് ആ സമയത്ത് വേറെ ജോലിയിലായിരുന്നു. എന്നോടൊപ്പം അജീഷും ഞാനും ഒരുമിച്ചൊക്കെയാണ് ഈ ബിസിനസ് പഠിച്ചു തുടങ്ങുന്നത്. പിന്നീട് മാമൻ അജീഷിനെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയും ഈ ബിസിനസ്സിലേക്ക് പൂർണ്ണമായി കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴും ഇവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും, ഇപ്പോൾ ഈ പിന്നെ തടി ബിസിനസ്സിൻ്റെ കാര്യത്തിലായിരുന്നാലും, ഫ്യൂൾസിൻ്റെ കേസിലായിരുന്നാലും, കൺവെൻഷൻ സെൻ്റർ കാര്യത്തിലായിരുന്നാലും എല്ലാ കാര്യങ്ങളിലും അവരെ സഹായിച്ചുകൊണ്ട് എല്ലാ തരത്തിലും, പ്രത്യേകിച്ച് അജീഷിനെ പ്രത്യേകിച്ച് സഹായിച്ചുകൊണ്ട് കൂടെ നിൽക്കുകയാണ്. അപ്പം മാമൻ മരിച്ചതിന് ശേഷം എൻ്റെ ഉത്തരവാദിത്വം കുറച്ചുകൂടെ കൂടുതലാണ്. കാരണം മാമനുണ്ടായിരുന്ന സമയത്ത് അജീഷിന് വലിയൊരു ഹെൽപ്പിംഗ് ഹാൻഡായിരുന്നു മാമനാണ് വളർത്തിക്കൊണ്ട് വന്നതെങ്കിലും അജീഷിന് അവസാനം ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കട്ടന് പുറകിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ എല്ലാ പ്രയത്നങ്ങളും, അപ്പോൾ അതായത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് തന്നെ എല്ലാ കാര്യങ്ങളിലുമുള്ള വളരെ സജീവമായ ഇടപെടലും കൃത്യമായ ധാരണയോടുകൂടിയുള്ള എല്ലാ ഇൻ്റർവെൻഷൻസുമാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് നയിക്കുന്നത്. കഠിന പ്രയത്നത്തിലൂടെ, നിശ്ചയദാർഢ്യത്തിലൂടെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു ശ്രദ്ധ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ വ്യാപാര സംബന്ധമായ വിജയത്തിൻ്റെ എല്ലാം അടിത്തറ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ ബിസിനസ് ആരംഭിക്കുമ്പോഴും അതെല്ലാം കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് ആലോചിച്ച് അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മാത്രമല്ല, സ്വപ്നത്തോടൊപ്പം യാത്ര ചെയ്യാൻ കഠിനാധ്വാനവും ആവശ്യമാണ്. ആ ലക്ഷ്യപ്രാപ്തിയുടെ ഫലമാണ് ഇന്നത്തെ ഈ വിജയം. അടുത്തതായി പിന്നെ എൻ്റെ കുടുംബത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ്റെ അഭാവത്തിൽ അമ്മ ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മയുടെ പേര് തന്നെ ഒരു പൊന്മുടി വുഡ്ക്രാഫ്റ്റ് എന്ന് പറയുന്ന വേറൊരു തടി വ്യവസായ സ്ഥാപനം തന്നെ നമ്മൾ അച്ഛനുണ്ടായിരുന്ന സമയത്ത് തന്നെ ആരംഭിച്ചതാണ്. അമ്മ അതിൻ്റെ പ്രൊപ്പറേറ്ററാണ്. പിന്നെ എൻ്റെ ഭാര്യ അർച്ചന ധന്വ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബോട്ടീക്ക് നടത്തുകയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ പാഷനാണ്, പുള്ളിക്കാരിക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇഷ്ടമാണ്, ഡിസൈനിങ് ഒക്കെ. അതുകൊണ്ട് പുള്ളിക്കാരി അത് നോക്കുകയാണ്. 2 കുട്ടികളാണ്, ആൺകുട്ടികളാണുള്ളത്. മൂത്ത ആൾ കൃഷ്ണൻ, അയാൾ മാർ ബെസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പിന്നെ സിവിൽ എഞ്ചിനീയറിങ്ങിന് ഇപ്പം 2nd ഇയറിൽ അയാൾ പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ ശ്രീഹരി, അയാൾ അവിടെ തന്നെ ഇവാനിയസിൻ്റെ കോമ്പൗണ്ടിൽ സർവോദയ സ്കൂളിൽ 9th സ്റ്റാൻഡേർഡിൽ അയാൾ പഠിക്കുന്നു. പിന്നെ എനിക്കൊരു സഹോദരിയാണുള്ളത്, അജിത.
അജിത നന്ദിയോട് നളന്ദ TTCയിലെ അധ്യാപികയാണ്. പിന്നെ ബ്രദറില്ല ഡോക്ടർ ഷൈജു പി എൻ കൊല്ലത്തെ ഫാത്തിമ മാത കോളേജിലെ ബോട്ടണി വകുപ്പിലെ പിന്നെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അവർക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്ത ആൾ ആർദ്ര എസ് വൃന്ദ, അയാൾ മാറിവാനിയസ് കോളേജിൽ ലിറ്ററേച്ചറിൽ ഇപ്പോൾ 3rd ഇയർ പഠിക്കുന്നു. രണ്ടാമത്തെ മകള് സാന്ദ്ര 9th നന്ദിയോട് SKV സ്കൂളിൽ പഠിക്കുകയാണ്. ഇത്രയാണ് നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആലോചിച്ച് പരസ്പരം, കാരണം അച്ഛൻ അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നു, എന്ത് കാര്യവും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത്. എൻ്റെ പേര് അർച്ചന, വൃന്ദാവനം മാനേജിംഗ് ഡയറക്ടർ, അജീഷിൻ്റെ വൈഫാണ്. ഞാൻ കൂടെ ഉണ്ടായിട്ട് ഇപ്പോൾ 20 വർഷത്തോളം ആവുന്നു. അന്ന് മുതലേ പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ വെച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കുള്ള ആളാണ്. എന്ത് കാര്യവും ചെയ്യുന്നെങ്കിൽ അത് 100% ആയിട്ടേ ചെയ്യത്തുള്ളൂ. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പുതിയ ഐഡിയാസ് വരും, അതിനെക്കുറിച്ച് കുറേ പഠിക്കും. അത് നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും ഇങ്ങനെ നോളജ് എടുത്തിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച്, പലരോടും സംസാരിച്ച് എല്ലാവരുടെ അഭിപ്രായവും കേട്ടിട്ട് എന്നിട്ട് അവസാനം സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോഴൊക്കെ ഞാനും ബിസിനസ്സിൻ്റെ കൂടെ തന്നെയായിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിലായതിനു ശേഷം പിന്നെ വെറുതെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും ഓഫീസിലേക്ക് പോവും. അതൊരു 10 വർഷത്തോളം ബിസിനസ്സിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ടെൻഷനും എനിക്കറിയാം. അത് കഴിഞ്ഞ് ഫാമിലിയിൽ വരുമ്പോൾ ഉള്ള കാര്യങ്ങളും എല്ലാം ഒരുപോലെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റി. അല്ലെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് വീടുമായിട്ട് ബാലൻസ് ആവത്തില്ല. ഞാനും കൂടി ബിസിനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, അതെന്താണ് ഇതെന്താണെന്നുള്ളത്. പുള്ളിക്കാരൻ്റെ തിരക്കുകൾ മനസ്സിലാക്കാൻ പറ്റും. ഓരോ പ്രോജക്റ്റുകൾ വരുമ്പോഴും പുള്ളിക്കാരൻ ഫസ്റ്റ് ഫീൽഡിൽ വന്നിട്ട് അതിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെ ഓരോന്നിനെക്കുറിച്ച് സംസാരിക്കുക, എന്തോ ഒരെണ്ണം മനസ്സിലുണ്ടെന്ന് ഒരു ഐഡിയ കിട്ടും. ചോദിക്കാറില്ല. പിന്നെ എല്ലാവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ വന്നു കഴിയുമ്പം സംസാരിക്കും, നമുക്കിങ്ങനെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്താലോ, അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളൊരു വിഷനാണ് നമ്മുടെ ഒരു വൃന്ദാവൻ ഹിൽസ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമാണ്. കാരണം അതൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് എനിക്കതിൽ വലിയൊരു എന്താവും നല്ല പേടിയുണ്ടായിരുന്നു ഇങ്ങനൊരു സ്ഥലത്ത്. പക്ഷേ അത് ഭയങ്കര സക്സസ്സിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരിക്കലും നമ്മൾ വിചാരിക്കും. അദ്ദേഹത്തിന് അത് എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഓരോ ചെടികൾ കൊണ്ടുവച്ചിട്ട് അതിൽ ഇത്രയും ഏക്കറിൽ കൃഷി ചെയ്തിട്ട് അതിൽ ഓരോ ചെടിക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ തന്നെ അദ്ദേഹം അത് പെട്ടെന്ന് നിൽക്കുന്ന ആ സ്റ്റാഫിലേക്കാൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന പുള്ളിക്കാരനായിരിക്കും. എനിക്കത് എപ്പോഴും ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇപ്പോൾ എനിക്കറിയാം അതിൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രയും പാഷനുള്ളൊരു സംഭവം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം കോവിഡ് മഹാമാരിയിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ, ബിസിനസ് നിലച്ചപ്പോൾ അജീഷിന്റെ മനസ്സിൽ കൃഷിയോടുള്ള ആഗ്രഹം കൂടി വന്നു. വീട്ടിൽ സ്വന്തമായി കൃഷികൾ ആരംഭിച്ച് ആ പ്രവർത്തനങ്ങൾ അജീഷിന്റെ മനസ്സിൽ വൃന്ദാവനം ഹിൽസ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റി ഔഷധ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടു. 2 വർഷമായി, ഏകദേശം 1.5 വർഷമായി. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്, പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങിയതാണ്. അതിൻ്റെ കാര്യം വെച്ചാൽ നമ്മൾ ആ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 2 മാസക്കാലം നമ്മുടെ ഈ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ്. നമ്മളെല്ലാവരും, കേരളത്തിലുള്ള എല്ലാവരും ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമുക്കറിയാം പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം നമ്മളൊന്നും അങ്ങനെ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ പുരയിടങ്ങളിലൊക്കെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റബ്ബറൊക്കെ സ്ലോട്ടർ ചെയ്ത് മുറിച്ചൊരു സമയമായിരുന്നു. അപ്പോൾ അവിടെ തുടർന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ചപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് മരച്ചീനി, അല്ലെങ്കിൽ കപ്പ, നമ്മുടെ വാഴ, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ എന്തെന്നൊരു മനസ്സിൽ ആലോചിക്കുകയും ആഗ്രഹിക്കുകയും അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിനോട് ചേർന്നുള്ള പറമ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അത് മനസ്സിൽ കിടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചെറിയ പ്രായത്തിൽ എൻ്റെ അപ്പൂപ്പൻ, അമ്മയുടെ അച്ഛൻ, അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛന് ഈ കൃഷിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിനകത്തുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് താല്പര്യത്തോടു കൂടി തന്നെ ഈ മേഖലയിലോട്ട്, പുതുതായിട്ടൊരു മേഖലയിലോട്ട് ഇറങ്ങാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ്, അപ്പോൾ അത് മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് റീസെൻ്റ്ലി എനിക്ക് കുറച്ച് ഏരിയയിൽ കുറേ റബ്ബർ ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 10 ഏക്കറോളം. അപ്പോൾ ആ റബ്ബർ നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലുള്ള പുതിയ എന്തെങ്കിലും ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ബോട്ടണിയാണ് പഠിച്ചത്. അപ്പോൾ സസ്യശാസ്ത്രമാണ്. ഞാൻ PhD എടുത്തതും ബോട്ടണിയിലാണ്. അപ്പോൾ ഈ സസ്യങ്ങളുമായിട്ടും പ്രകൃതിയുമായിട്ടൊക്കെ നമുക്ക് കുറച്ചൊരു താല്പര്യം ചെറിയ പ്രായത്തിലേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ PhD ടോപ്പിക്ക് തന്നെ ഓർക്കിഡ്സിൻ്റെ കൺസർവേഷൻ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, വെസ്റ്റേൺ ഗാർഡ്സിലെ ഓർക്കിഡ്സിൻ്റെ കൺസർവേഷൻ എന്നുള്ള ഒരു മേഖലയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ എൻ്റെ
TBJRA ആയിരുന്നു എൻ്റെ PhD റിസർച്ച് സെൻറ്റർ. അപ്പോൾ അവിടുത്തെ എൻ്റെ സയൻറ്റിസ്റ്റുമാർ സുഹൃത്തുക്കളോട്ടൊക്കെ ആലോചിച്ചു. പിന്നെ എൻ്റെ സുഹൃത്തുക്കളെ ഒരു ആർക്കിടെക്റ്റ് മനു, അതുപോലെ തന്നെ GST ഓഫീസറായിട്ടുള്ള മനീഷ്, പിന്നെ ഒത്തിരി സുഹൃത്തുക്കൾ. അപ്പം നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അതുപോലെ നമ്മുടെ പിന്നെ സുഷ്മാനന്ദ സ്വാമി, അദ്ദേഹത്തിൻ്റെ സഹോദരിയായ സുപ്രഭ അപ്പച്ചി. അപ്പോൾ അവരുമായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ അവരുടെയൊക്കെ അഭിപ്രായം ത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഏരിയയിൽ കുറേ ഫലവൃക്ഷങ്ങൾ വെക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന മാവ് അതൊക്കെ സുലഭമായിട്ട് വളരുന്നതാണ്. അതുപോലെ തന്നെ പ്ലാവ്, പിന്നെ ഒത്തിരി പിന്നെ ഫലവൃക്ഷങ്ങൾ, പിന്നെ വാഴയുണ്ട്, അതുപോലെ തന്നെ എന്താണ് പിന്നെ കപ്പ വെച്ചിട്ടുണ്ട്, കൂവ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ചെറിയ പ്രായത്തിലേക്ക് നമ്മളിത് കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അന്യമായിട്ട് പോകുന്നൊരു സാധനമാണ് കൂവ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒത്തിരി അധികമായിട്ട് അവിടെ വെച്ചു. പിന്നെ അവിടെ വെച്ച ഒരു കാര്യം വെച്ചാൽ ഞങ്ങൾ തന്നെ അവിടെ പോയി നിന്ന് ഇടയ്ക്ക് അവിടെ നിന്ന സമയത്ത് ഞങ്ങളെന്തോ ഈ തണ്ണിമത്തനൊരെണ്ണം കഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ സീഡ്സ് അവിടെ അങ്ങോട്ട് വീണ് കിടന്നു. അപ്പോൾ അത് വളർന്നിട്ട് വലിയൊരു എന്താണ് 4-5 തണ്ണിമത്തൻ, വലിയ മത്തൻ ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ അത് കഴിച്ചപ്പോഴത്തേക്ക് നല്ല മധുരവും തോന്നി. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് ഈ തണ്ണിമത്തൻ നമുക്കറിയില്ല, തണ്ണിമത്തൻ കൃഷി നമ്മൾ ചെയ്യുന്നതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിന്, ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന് ബഹുമാനപ്പെട്ട വാവന്നൂർ MLA അഡ്വക്കേറ്റ് DK മുരളി സാറിൻ്റെ ഉദ്ഘാടന ഒരു ചടങ്ങോടുകൂടി നമ്മുടെ ജവഹർ കോളനി സ്കൂളിലെ കുട്ടികളെയൊക്കെ വിളിച്ച് നമ്മളൊരു പരിസ്ഥിതി ദിനാഘോഷം അവിടെ നടത്തുകയുണ്ടായി. എന്നിട്ട് 1500ഓളം ഈ തണ്ണിമത്തൻ്റെ തൈകൾ നടുകയുണ്ടായി. അതുപോലെ തന്നെ പപ്പായ, റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയും ഏകദേശം ഒരു 1000ഓളം തൈകൾ നടുകയുണ്ടായി. അപ്പോൾ അത് കാരണം നമ്മുടെ പ്രദേശത്ത് ഈ പറയുന്ന തണ്ണിമത്തൻ എന്തായാലും ഉണ്ടാവും നമുക്കറിയില്ല. അപ്പോൾ അത് ഉണ്ടാവുന്നുള്ളൊരു സാഹചര്യം വന്നുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അവിടെ നമുക്ക് ചെറിയൊരു പൂളുണ്ട്, ചെറിയൊരു കുളം, ഒരു പോണ്ട്, കുറേ പിന്നെ എന്താണ് നമ്മൾ ഫിഷിനെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട്. പലതരത്തിലുള്ള നമുക്ക് പിന്നെ അറിയാം, ഈ പിന്നെ ഈ വരാലുണ്ട്, പിന്നെ അതുപോലെ ഇതുണ്ട്, നമ്മുടെ തിലാപ്പിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ അനാബാസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിനെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ മുമ്പ് നമുക്കറിയാം ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം റബ്ബർ വന്നതോടുകൂടി നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം കേരളത്തിൻ്റെ അവസ്ഥ മാറി. എന്ന് വെച്ചാൽ ഒരേ ഒരു ക്രോപ്പ് മാത്രമായി. അപ്പോൾ അതിൻ്റേതായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമുക്ക് തീർച്ചയായും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ഇനത്തിൽപ്പെട്ട ഇങ്ങനെയുള്ള ഈ സസ്യങ്ങളും ഈ പിന്നെ ഫലവൃക്ഷങ്ങളും ഒക്കെ വെക്കുന്ന വഴി നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാം. ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുതലായതുകൊണ്ട് നമ്മുടെ പരിസ്ഥിതിയെ സംബന്ധിച്ച് എന്താണ് ഈ പിന്നെ അന്തരീക്ഷത്തിൽ ചൂട് കൂടുകയാണ്. അപ്പം ഇതിനെ നമുക്ക് ഒഴിവാക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എന്താണ് പിന്നെ എമിഷൻ അതിനെ കുറയ്ക്കുക. അത് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല പോംവഴി. അത് മാത്രമല്ല, ആ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന വഴി നമുക്ക് പലതരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വൃക്ഷങ്ങൾ നമ്മൾ വെക്കുന്ന വഴി നമ്മുടെ പ്രകൃതിയുടെ എന്താണ് പഴയ രീതിയിലുള്ള ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. അതുപോലെ വിവിധ തരത്തിലുള്ള പക്ഷികൾ, പിന്നെ ചിത്രശലഭങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ചെറിയ ചെറിയ ജീവികളെയൊക്കെ, കാരണം ഇതൊന്നും ഇപ്പോഴും അന്യം നിന്ന് പോകുന്ന സാധനങ്ങൾ, ഇതിനെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്നുള്ളൊരു ഒരു ലക്ഷ്യത്തോടു കൂടി, അതുപോലെ കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയും കൂടെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ മനസ്സിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് ഇങ്ങനെ തിരക്കായിട്ട് ഓടുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് അവിടെ പോയിരുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ കുളിർമ നൽകുന്ന, വളരെ ഫ്രീ ആയിട്ട് നമുക്ക് നൽകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇതുവഴി ഈ വൃന്ദാവനം ഹിൽസ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ പദ്ധതി വഴി നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്നത്. കൊറോണ ലോക്ക്ഡൗൺ സമയത്താണ് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് എൻഗേജ്ഡ് ആകാനുള്ള ഒരു ടൈമിലാണ് ശരിക്കും അജീഷിൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറച്ച് ഫാമിങ്, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരികയും, അപ്പോൾ നമുക്ക് കുറച്ച് റബ്ബർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ച് മാറ്റിയിട്ട് അവിടെ വലിയ രീതിയിൽ ഫലവൃക്ഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃഷിയും എല്ലാം ചെയ്യാമെന്നുള്ളൊരു തീരുമാനം നമ്മൾ പറയുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ഉൾപ്പെടെയുള്ളവരത് എതിർക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് വരുമാനമുള്ള ഒരു കാര്യത്തെ അവസാനിപ്പിച്ചിട്ട് അവിടെ കുറച്ച് വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ അത് എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് സമയം കഴിയും തോറും ആ സ്ഥലത്തിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റമെന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര അത്ഭുതമാണ്. അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാൾക്ക്, ഹാർഡ് വർക്കിംഗ് എന്നതിലുപരി ഇങ്ങനെയൊക്കെ ഒരു ദീർഘവീക്ഷണം, ഇങ്ങനെയൊക്കെ ചെയ്താൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായ രീതിയിൽ എങ്ങനെ ആ സ്ഥലത്തെ മാറ്റിയെടുക്കാം, മറ്റുള്ളവരെ അവിടത്തേക്ക് ആകർഷിക്കാം എന്നുള്ളൊരു രീതി. അപ്പോൾ ആ ചിന്തയിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണോ അത് മനസ്സിൽ കണ്ടത് ആ രീതിയിൽ തന്നെ ശരിക്കും അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഇപ്പം
നമുക്കുൾപ്പെടെയുള്ളവർക്കൊരു സ്ട്രെസ് റിലീഫ് എന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് ഇരിക്കാനും അപ്പോൾ ആ സൂര്യാസ്തമയം കാണാനും അവിടുത്തെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ അന്തരീക്ഷം എൻജോയ് ചെയ്യാനും ഒക്കെ ഇപ്പോൾ കഴിയുന്നുവെങ്കിൽ അത് ശരിക്കും അജീഷിൻ്റെ വിജയം തന്നെയാണ്. ഒത്തിരി പേര് വരുന്നുമുണ്ട് ആ സ്ഥലം കാണുവാനും ഒക്കെ ആയിട്ട്. ശ്രീ അജീഷ് എന്നെ സമീപിക്കുമ്പോൾ അജീഷ് എന്ന വ്യക്തിയെ പറഞ്ഞിട്ട് എനിക്ക് പറയാൻ കഴിയൂ. അജീഷിൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവരുടെ മകൻ എൻ്റെയും മകനാണ്. അപ്പോൾ അവൻ ചെയ്യുന്ന വലിയ വ്യവസായ സംരംഭമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം ഇങ്ങനെ സസ്യലതാദികളെ നട്ടു വളർത്തുക എന്ന ഒരു സംരംഭത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ എന്നെ കൂടി അതിലത്തേക്ക് ക്ഷണിച്ചു. അതിൻ്റെ ഒരു മേൽനോട്ടമൊക്കെ നോക്കാനും അതിൻ്റെ ചില സജഷൻസുകൾ പറയാനും വേണ്ടിയിട്ട് ഒത്തിരി സന്തോഷം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അതായത് ഞാൻ ഇതുമായിട്ട് ചെറുപ്പം തൊട്ടേ വൈദ്യവും അലോപ്പതിയും എന്നെ കൈവിട്ടപ്പോൾ എഴുന്നേറ്റത് നാട്ടുവൈദ്യത്തിലൂടെയാണ്. നാട്ടുവൈദ്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടന പോലും ഇപ്പോൾ പറയുന്നുണ്ട്. അതിലത്തേക്ക് നമ്മൾ പിന്തിരിയണമെന്ന്. കാരണം ഇന്നിപ്പം ലോകം ഒട്ടാകെ ഒരുപാട് അലോപ്പതി മെഡിസിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ വലിയ വലിയ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ രോഗവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി കാറുന്നത്. കാരണം മനുഷ്യന് രോഗം വന്നിട്ട് ചികിത്സയല്ല, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യം എങ്ങനെ, അതിന് മറുപടിയായിട്ടാണ് അജീഷിൻ്റെ ഈ സംരംഭം. പൊതുജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഇക്കാലം ഉള്ള ചെടികളുമായിട്ടുള്ള പരിചയ സമ്പത്ത് വെച്ചിട്ട് വൃന്ദാവന ഹിൽസിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫലവൃക്ഷ ചെടികളും ചെറിയ തോതിൽ ഔഷധ സസ്യങ്ങളുമാണ്. ഔഷധ സസ്യങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ടാക്കണം എന്നാണ് അജീഷിൻ്റെ അഭിപ്രായം, ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഞാനും ഈ സജഷൻ അജീഷിനോട് മുന്നേ വയ്ക്കുകയായിരുന്നു. അജീഷ് അതിന് പൂർണ്ണ മനസ്സോടുകൂടി ഉൾക്കൊള്ളുകയും എന്നാൽ അപ്പച്ചി നമുക്കത് ചെയ്യാം എന്ന് എന്നോട് വാക്ക് തരികയും ചെയ്തു. അപ്പോൾ എൻ്റെ പൂർണ്ണ പിന്തുണ അതിൻ്റെ പുറകിലുണ്ട്. വനത്തിനെ ജീവിപ്പിക്കുന്നത് ഔഷധ സസ്യങ്ങളാണ്. അത് നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്താണ് അജീഷ് മറ്റാരും ചെറുപ്പക്കാരായിട്ടുള്ളവർ ഒരു കാരണവശാലും തിരിയാത്ത ഒരു മേഖലയിലേക്ക് സാമ്പത്തികമായ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ ലാഭവശമോ ഇച്ഛിക്കാതെ ഇതിലത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത് വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് പുള്ളി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ആശയത്തിനൊപ്പം ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും ചിത്രശലഭങ്ങൾക്കും വേണ്ട സംരക്ഷണം നൽകുക എന്നതാണ് വൃന്ദാവനം ഹിൽ ടോപ്പിന്റെ ലക്ഷ്യം. അപ്പോൾ അതിനുശേഷം ആണ് നമ്മൾ വൃന്ദാവന ഹിൽസ് എന്ന് പറയുന്ന പദ്ധതി. ആ പദ്ധതി ഞാനത് പറഞ്ഞു. ആ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയെ നമ്മൾ കുറച്ചുകൂടെ ഇനിയുള്ള സമയത്ത് ഇനിയുള്ള കാലത്ത് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യം വളരെയധികമാണ്. നമുക്ക് ശുദ്ധവായു വേണം, ശുദ്ധജലം വേണം. ഇതൊക്കെ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തി, ഇതെല്ലാം പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. പക്ഷേ റിയലായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ആരെങ്കിലും കാണിക്കണം. കാരണം കർഷകർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ അറിയാം, കൃഷി ചെയ്യുന്നതിന് പലരും വിമുഖത കാണിക്കുന്നത് ധാരാളം ചിലവ് ഏറിയ ഒരു പ്രക്രിയയാണ് കൃഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് പലരും ഈ മേഖലയിൽ നിന്ന് കർഷകർ മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, വേറൊരു കാര്യം, പുതിയ തലമുറ എന്ന് പറയുന്ന കൃഷിക്കാരുടെ തന്നെ മക്കൾ ഉൾപ്പെടുന്ന തലമുറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ വരുന്നില്ല. അവർ ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി നേടി അവിടെ തന്നെ താമസിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുണ്ട്. കേരളത്തിൻ്റെ അവസ്ഥ അത് വളരെ വളരെ നമ്മൾ പറയപ്പോഴത്തേക്ക് ദയനീയമായ ഒരു അവസ്ഥയിലോട്ടാണ് നമ്മുടെ കേരളം ഈ ഒരു കാര്യത്തിൽ, കൃഷിയുടെ കാര്യത്തിൽ, കാർഷിക മേഖലയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ നാട്, നമ്മുടെ ബേസ് നമുക്കറിയാം. നമ്മൾ പണ്ട് ഓണം നമ്മൾ ആഘോഷിക്കുന്നു പറഞ്ഞാൽ മഹാബലി എന്ന് പറയുന്ന ഒരു മഹാനായ ചക്രവർത്തി ഇവിടെ താമസിച്ചിരുന്നു, അദ്ദേഹം ഭരിച്ചിരുന്നു. അന്നുണ്ടായിരുന്ന അവസ്ഥ നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള വായനകളിലും അല്ലെങ്കിൽ ഓണം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഘോഷിക്കുന്ന അല്ലാതെ അതിൻ്റെ ഒന്നും യാഥാർത്ഥ്യത്തിൽ നന്മകൾ നമുക്ക് നഷ്ടമാകുന്ന ഒരു കാലമാണ്. നന്മകൾ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു ലക്ഷ്യം. പിന്നെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എല്ലാവരുടെയും ബാധ്യതയാണ്. നമുക്കറിയാം, പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, പല രീതിയിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എന്തെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിനുവേണ്ടി ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം. ബിസിനസിന്റെ പിരിമുറുക്കവും സമ്മർദ്ദങ്ങളും ഒഴിവാക്കാൻ വൃന്ദാവനം ഹിൽ ടോപ്പിൽ കുടുംബസമേതം ഒന്നിച്ചു കൂടാറുണ്ട് അജീഷ്. ഇവിടെ സായാഹ്നങ്ങളും സൂര്യോദയവും കാണാൻ സാധിക്കുമെന്നത് ഈ ഭൂപ്രകൃതിയെ കൂടുതൽ മനോഹരമാക്കുന്നു. ഇവിടെ തഴച്ചു വളരുകയാണ്
ഔഷധവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും. പിന്നെ ഹിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഈ ഏറ്റവും തിരക്ക് പിടിച്ചൊരു ലൈഫിൽ അദ്ദേഹം തന്നെ പറയുന്നതാണ്, ഇത്രയും ബിസി ആയിട്ട് നടക്കുന്ന എല്ലാവർക്കും സ്വസ്ഥമായിട്ട് കുറച്ച് നേരം വന്നിരുന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ്, അതാണ് പുള്ളിക്കാരെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു തീം തന്നെയാണ് അവിടെ വർക്കാവുന്നത്. ഞങ്ങളും ഇപ്പോൾ വീക്കെൻഡിൽ മിക്കപ്പോഴും വീട്ടിൽ നിൽക്കാറില്ല, അവിടെ തന്നെ ആയിരിക്കും സ്റ്റേ. ഫുൾ ആ ഒരു ആംബിയൻസ് എന്ന് വെച്ചാൽ വല്ലാത്തൊരു ലുക്കാണ്. കുറച്ച് മഴയും കൂടിയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അവിടെ വന്ന് ഫുഡെല്ലാം കുക്ക് ചെയ്ത് കുട്ടികളും ആയിട്ടൊക്കെ ഇരുന്ന് ആ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പോകുമ്പോൾ പിന്നെ ഒരാഴ്ചത്തേക്ക് നമുക്കൊരു പ്രത്യേക എനർജി അവിടെ നിന്ന് കിട്ടുന്നത്. അവിടെയുള്ള ഒരു സന്തോഷം, നമ്മളവിടെ പോയിരുന്നു കഴിഞ്ഞാൽ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന എന്ന് പറഞ്ഞാൽ സൺറൈസ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മൾ കന്യാകുമാരിയിൽ പോയി സൂര്യോദയം നമ്മൾ പണ്ട് അച്ഛനൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് സൂര്യോദയം കാണാൻ പറ്റും. അതുപോലെ തന്നെ സൂര്യാസ്തമനം അതിമനോഹരമായിട്ട് നമുക്ക്, കാരണം വളരെ ടോപ്പ് ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് ഒരു 360 ഡിഗ്രി ആംഗിളിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല കാറ്റാണ്. ഏത് ചൂട് സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് നല്ല കാറ്റും കൂടെയൊക്കെ ഓരോപ്പോഴത്തേക്കും നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ്. അതാണ് വൃന്ദാവന ഹിൽസ്. അല്ലെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ ഒരു മുന്നോട്ട് പോകുന്നതിനിടയിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ നഷ്ടം, അപ്പോൾ ഇതൊക്കെ മറക്കുവാനുള്ള ഒരു ഉപാധി എന്ന നിലയിലായിട്ടാണ് പിന്നെ നമുക്ക് കാണുന്നത്. അപ്പോൾ ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് എപ്പോഴും പറയും അവിടെ വന്നിരിക്കണം, ശരിക്കും 10 ഏക്കറോളമുള്ള സ്ഥലത്താണ് അവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരിടമാണ്. പിന്നെ അതുമാതിരി ആളുകളെ സഹായിക്കുമ്പോൾ അവർക്ക് സഹായകരമായ സഹായമായിരിക്കണം ചെയ്യേണ്ടത്. ദി ഹെൽപ്പ് ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു അതേഴ്സ്. അല്ല ചുമ്മാ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ അത് സഹായകരമായിരിക്കണം ആ ആളിന്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ സഹായകരമായ സഹായം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും അച്ഛനെയും മകനെയും കുറിച്ച് പറയുമ്പോൾ, അച്ഛനെന്ന് പറയുമ്പോൾ അച്ഛൻ ഇതെല്ലാം ചെയ്തിരുന്നു, ഇപ്പോൾ മകൻ അതിനേക്കാളും വലിയ രീതിയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് യാത്രകൾ നിങ്ങളോട് ഞാൻ പങ്കുവച്ചത് എന്തിനാണ് എന്നുള്ളത്, എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ചൊരു യാത്ര, അതിൻ്റെ ഒരു ഭാഗമായി ഞാനത് തുടർന്ന് വരികയാണ്. അപ്പോൾ നമ്മൾ ബിസിനസ് എല്ലാവരും വിചാരിക്കും ഒരു ബിസിനസ് ചെയ്ത് അതിൽ ബിസിനസ് ചെയ്യുക, ഒരാൾ തുടർന്ന് വന്ന് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അല്ല. അച്ഛൻ്റെ അഭാവത്തിൽ ഞാൻ ഈ തുടങ്ങിയ ബിസിനസ് യാത്ര എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയതായിരിക്കും. നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് കാരണം ബിസിനസ് തന്നെ കോമ്പറ്റീഷനാണ്. നമ്മുടെ ഇതേ ബിസിനസ്, സമാനമായ ബിസിനസ് നടത്തുന്ന ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബിസിനസ് ഒരാൾ ചെയ്യുമ്പോൾ ആ ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് മറ്റൊരാൾ ശ്രമിക്കത്തില്ല. അപ്പം വളരെ പ്രയാസപ്പെട്ടാണ് നമ്മൾ അതിനുശേഷമുള്ള കാലം ഞാൻ ഇതുവരെയും യാത്ര ചെയ്തത്. പക്ഷേ എനിക്കത് പറയാനുള്ളത്, നമുക്ക് എപ്പോഴും വിജയം മാത്രമല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നമ്മൾ ബിസിനസ്സും അല്ലെങ്കിൽ എന്തും നമ്മൾ പഠിക്കുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മളൊരു വഴിയെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ആ വഴി അനന്തമായി കിടക്കുന്ന വഴിയിൽ കൂടെ മാത്രമേ നമ്മൾ യാത്ര ചെയ്യൂ. അതേസമയത്ത് ഒരു വഴി നമുക്ക് ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ തീർച്ചയായും അടുത്തൊരു വഴി നമ്മൾ കണ്ടുപിടിക്കും. അതാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും. അങ്ങനെ കണ്ടുപിടിച്ച് പരാജയപ്പെടാതെ പോരാടുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും, അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സോ അതുമായിട്ട് എന്തോ ആയിക്കോട്ടെ അതിൻ്റെ എല്ലാം നമുക്ക് അടിസ്ഥാനമുണ്ട്. പരാജയപ്പെട്ടു നമുക്ക് ഒരു ദൃഢനിശ്ചയം വേണം. ആ ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എനിക്ക് പുതിയ കുട്ടികളോട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടു, കാരണം കുട്ടികളാരും ഇപ്പോൾ സർവീസ് സെക്ടറിലോട്ടാണ് പല കുട്ടികളും പോകുന്നത്. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നതിന് പലർക്കും വിമുഖതയാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ ഏത് ബിസിനസ് പുതുതായിട്ട് വരുന്ന ആരെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു പറയാനുള്ളത്, നമ്മുടെ എല്ലാ ബിസിനസ്സിൻ്റെയും കോർ, അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ്. നമ്മുടെ അടുത്ത് വരുന്ന ഉപഭോക്താവാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മുടെ ഉപഭോക്താവാണ്. വരുന്ന ഉപഭോക്താവിനെ എല്ലാ രീതിയിലും അവന് വേണ്ട സർവീസ് കൊടുത്ത് അവനെ സന്തോഷവാനായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് അഭിവൃദ്ധിയിലോട്ട് പോകും. അടുത്തൊരു കാര്യം, നമ്മുടെ കൂടെയുള്ള എല്ലാ ജീവനക്കാരുടെയും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ അവനെ സ്നേഹിക്കണം. അവൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടണം. അവനറിയാതെ തന്നെ അവനെ ഏതെല്ലാം രീതിയിൽ സഹായിക്കാൻ പറ്റും ഇതെല്ലാം നമ്മൾ ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവൻ നമ്മുടെ ബിസിനസ്സിനെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും ഒരുമിച്ച് അവരും സ്നേഹിക്കും.
ആ രീതിയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കസ്റ്റമേഴ്സിനെയും നമ്മുടെ ജീവനക്കാരെയും ഒരുമിച്ച് ഒരേപോലെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മൾ സ്നേഹം കൊണ്ട് മാത്രം നമ്മൾ അവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, നമ്മുടെ ബിസിനസ് എല്ലാം നല്ല രീതിയിൽ പോകാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ നമ്മുടേതായ ചില അച്ഛൻ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കി നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ദൃഢനിശ്ചയം വേണം. ആ ദൃഢനിശ്ചയം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ മനസ്സിൽ കനലായിട്ട് തന്നെ കാണണം. എനിക്ക് ഗുരുവിൻ്റെ ഒരു വാക്യം ഓർമ്മ വരുന്നു, അടുത്തു നിൽപ്പോര് അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അദൃശ്യൻ ഈശ്വരൻ അരൂപനായാൽ അതിലെന്താശ്ചര്യം. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നമുക്ക് സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും കഴിയാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് യാതൊരു ഫലവുമില്ല. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ നിങ്ങൾ ചേർത്ത് നിർത്തി അവരെ സ്നേഹിച്ച് നോക്കൂ, ദൈവം അവരിലൂടെ നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേ വാക്യം തന്നെയാണ്, അതേ പാത അച്ഛൻ പിന്തുടർന്നു, അത് ഞാനും പിന്തുടർന്നു. അപ്പോൾ അത് നമ്മളെ തീർച്ചയായും എല്ലാ രീതിയിലുള്ള വിജയത്തിൽ നമ്മളെ സഹായിക്കും. ഞാൻ പറയുന്നത് പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കേരളം മാറും. നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോകുന്നു വെച്ചാൽ അവർക്ക് ഇവിടെ പഠിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട്. അവരെന്തുകൊണ്ട് പോകുന്നു നോക്കിയാൽ പല പ്രശ്നങ്ങൾ പറയുന്ന മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല, എനിക്കിവിടെ പഠിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇതെല്ലാം നമ്മുടെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു അന്തരീക്ഷം നമ്മുടെ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കുട്ടികളോട് നിൽക്കും. ബിസിനസ് കേരളത്തിലെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പുതുതായിട്ട് വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കോൺഫിഡൻസോട് കൂടി ഏതൊരു വർക്കിലും നിങ്ങൾ ഇറങ്ങുക. പ്രശ്നങ്ങളുണ്ടാകും, പരാജയങ്ങളുണ്ടാവും. പക്ഷേ ആ പരാജയങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് പോകരുത്. അതിനെ ഓവർകം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് പറ്റും. ഏതൊരാളെയും തുല്യമായി കാണുക, എല്ലാ ഉപഭോക്താവും തുല്യരാണെന്ന സത്യം മനസ്സിലാക്കുക. ബിസിനസിന്റെ അഭിവൃദ്ധിയും വിജയവും കൈവരും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വൃന്ദാവനം ഗ്രൂപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്.